Hello children, today in this topic we are going to study structure of atom. So in this video we will be discussing a little bit or a part of this entire chapter. We are not going to deal all the chapter at a stretch. It will be difficult for you to understand. So we will be only discussing a little bit portion, that is the first portion of the chapter. So before going to our topic, let me ask you one or two questions. Do you have any idea about molecules? What are the characteristics of molecule? Do you know what are atoms? So all these things you might have studied in your previous years, isn't it? Yes, I know you have an idea about all these things. So let's refresh those ideas, or let's recollect what you have learned in previous years. So you might have learned about matter. Matter means everything in this universe is made up of matter. Matter has space to occupy and matter has some mass also. അതായത് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ആ മാറ്ററിന് അതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്, മാറ്ററിന് മാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. ദിസ് മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. And molecules are the smallest particles by which this matter is made up of. They are extremely small particles, that is all the substances are made up of. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ കണികയുടെ സവിശേഷത എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസിന് ഏത് പദാർത്ഥത്തെയാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സവിശേഷ ഗുണങ്ങളും അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിനുണ്ടായിരിക്കും. സപ്പോസ് നിങ്ങളൊരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിൻ്റെ ഒരു മോളിക്യൂൾ എടുക്കുമ്പം ആ ഒരു മോളിക്യൂളിന് കാർബൺ ഡൈ ഓക്സൈഡ് എന്തെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടോ ആ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഈ ഒരു മോളിക്യൂളിനും കാണിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ മോളിക്യൂൾ വിൽ ബി ഷോയിങ് ഓൾ ദ പ്രോപ്പർട്ടീസ്, ഓൾ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ടു വിച്ച് ഇറ്റ് ബിലോങ്. ഏത് സബ്സ്റ്റൻസിൻ്റെ ആണോ നമ്മൾ മോളിക്യൂൾ എടുക്കുന്നത് ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ മോളിക്യൂൾസിന് എന്തായിരിക്കും? എ മോളിക്യൂൾ ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇൻ എ കെമിക്കൽ എലമെൻറ്റ് ഓർ കോമ്പൗണ്ട് ദാറ്റ് ഹാസ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഓർ കോമ്പൗണ്ട്. ഏതൊരു എലമെൻറ്റിൻ്റെ ആണോ ഏതൊരു കോമ്പൗണ്ടിൻ്റെ ആണോ നമ്മൾ മോളിക്യൂൾ എടുക്കുന്നത് ആ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ആ ഒരു മോളിക്യൂളും പ്രകടിപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാം, ഒരു മോളിക്യൂളിന് ഒരു പെർട്ടിക്കുലർ സൈസ് ഉണ്ടായിരിക്കും, അതിന് മാസ് ഉണ്ടായിരിക്കും. ആ പെർട്ടിക്കുലർ സൈസ് മാസ് എന്ന് പറയുന്നത് അത് ആ മോളിക്യൂളിൽ ആരെല്ലാമാണോ ഉള്ളത്, ഏതെല്ലാം ആറ്റംസ് ആണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദീസ് മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. Molecules can be subdivided into minute particles and these are called atoms. So molecules are made up of the minute particles called atoms. So moleculesനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആറ്റംസ് ആണ് കിട്ടുക. ആറ്റംസ് ഒക്കെ ഒരേപോലെ തന്നെയാണ്, ആറ്റംസിനൊന്നും വ്യത്യാസമില്ല. അപ്പം നോക്കുക, ആറ്റംസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്, പക്ഷേ അത് മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ആ ആറ്റത്തിന് മോളിക്യൂളിൻ്റെ യാതൊരു സ്വഭാവ സവിശേഷതകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഏത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾസ്. അഥവാ നമ്മൾ മോളിക്യൂൾസിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണ്, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ പദാർത്ഥത്തിൻ്റെ യാതൊരു ഗുണങ്ങളും കിട്ടുന്നതായിരിക്കില്ല, പക്ഷെ നമുക്ക് ആറ്റംസ് ആയിരിക്കും കിട്ടുക. നോക്കാം, നമുക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. Let's take the example of carbon dioxide molecule. One molecule of carbon dioxide is made up of one carbon atom and two oxygen atom, isn't it? One carbon atom is there and two oxygen atom is there. So one molecule, this is C, one carbon atom and two oxygen atom, that is CO2. Suppose we are dividing this one molecule of further division. നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർബൺ ആറ്റവും കിട്ടും, ഓക്സിജൻ ആറ്റവും കിട്ടും. ഈ കാർബൺ ആറ്റത്തിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യാതൊരു ഗുണങ്ങളില്ല, ഓക്സിജൻ ആറ്റത്തിനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യാതൊരു ഗുണങ്ങളില്ല. പക്ഷേ കാർബണും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും.
അപ്പോൾ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഏതൊരു സബ്സ്റ്റൻസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കാണിക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇപ്പം നമുക്ക് മോളിക്യൂൾ എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണല്ലോ. മോളിക്യൂൾസ് മീൻസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് പൊസസ് ഓൾ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട് ഓർ എലമെൻറ്റ്. ഓക്കെ, അതുപോലെ നമുക്ക് വാട്ടറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. വാട്ടർ, H2O. What is the formula of water? H2O. H2O. H2O means 2 atoms of hydrogen and 1 atom of oxygen. H2O. അതിനെ നമ്മൾ ഫർദർ സബ്ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we will get 2 hydrogen atoms and 1 oxygen atom. ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് വാട്ടറിൻ്റെ യാതൊരു ക്വാളിറ്റീസും ഇല്ല. If you are taking an oxygen atom, it does not show any chemical property of water. So from these examples, I guess you understood what the molecule is, what are their characteristics. Molecule ennu parnal, that is the smallest particle which possess all the chemical properties of a substance, and these molecules will be having a particular size, shape or mass, and that depends upon the individual atoms by which it is combined of. ഏത് ആറ്റംസ് ചേർന്നിട്ടാണോ ഇത് ഉണ്ടാവുന്നത്, ഇപ്പോൾ കാർബൺ ഉണ്ടാവുന്നത് കാർബൺ ഓക്സിജനും ചേർന്നിട്ടാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, അതിലൊരു കാർബണിൻ്റെ മാസം ചേരും, 2 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസം ചേരും, അതൊക്കെ ചേർന്നിട്ടുള്ളൊരു മാസ് അതിനുണ്ടായിരിക്കും. അതുപോലെ ഒരു വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും 1 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസും ചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ മാസ്സായിരിക്കും വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. അതിനൊരു ചാർജൊന്നും ഉണ്ടായിരിക്കില്ല ആറ്റത്തിന്. അത് നമ്മൾ പിന്നീട് പഠിക്കും എന്താണ് ആറ്റത്തിൻ്റെ സവിശേഷതകളൊക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോണത് ആറ്റത്തിൻ്റെ ഡാൽട്ടൺസ് ആറ്റമിക് തിയറി. അതായത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞ ആളാണ് ജോൺ ഡാൽട്ടൺ. അദ്ദേഹം യാതൊരു എക്സ്പീരിയൻസിൻ്റെയോ അല്ലെങ്കിൽ യാതൊരു റിസർച്ച് ചെയ്തിട്ടൊന്നുമല്ല, ബട്ട് ഓൺ ലോജിക്കൽ തിങ്കിങ്. ദ വ്യൂസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൽട്ടൺ were based on logical thinking only, his views. These were not supported by any experimental observation or scientific evidences. There were no scientific evidences to prove this theory, but everybody accepted that theory and some more researches were going on based on that theory. നമുക്കറിയാം സയൻസിലൊന്നും പുതിയതായിട്ട് വരുന്നതല്ല. ഒരാൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തിട്ട് ന്യൂ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മളോട് പറഞ്ഞത് ജോൺ ഡാൽട്ടൺ ആയിരുന്നു. ദാറ്റ് വാസ് മിയർലി ഹിസ് ലോജിക്കൽ തിങ്കിങ്. അദ്ദേഹം ഒരു റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടോ അല്ല, അദ്ദേഹം ചിന്തിച്ചിട്ട്, ഹി വാസ് എ ബ്രില്യൻറ്റ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിലൂടെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊരു ഐഡിയ അദ്ദേഹം ആദ്യമായി പറഞ്ഞു തന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റ് വർക്കൗട്ട് ചെയ്തതിൻ്റെ, റിസർച്ച് ചെയ്തതിൻ്റെ, എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആറ്റമിക് സ്ട്രക്ചറിലേക്ക് എത്തിയിട്ടുള്ളത്. അതൊരു എവല്യൂഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിനു മുന്നേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡാൽട്ടൺസ് ആറ്റമിക് തിയറി. അപ്പം നമ്മൾ ഈ ഡാൽട്ടൺസ് ആറ്റമിക് തിയറി, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ആർ ഗോയിങ് ഫോർ ഫർദർ സ്റ്റഡീസ് ഇൻ യുവർ ഹയർ ക്ലാസ്സസ്, +1 +2 ഓൾസോ ഇറ്റ്സ് ഓഫ് യൂസ് ടു യു. So be careful while studying this Dalton's atomic theory. It's very simple also. അപ്പോൾ എന്തൊക്കെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡാൽട്ടൺ പറഞ്ഞത് എന്നുള്ളതാണ് ജോൺ ഡാൽട്ടൺ. ഓക്കെ, സോ പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൽട്ടൺസ് ആറ്റമിക് തിയറി. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലെ പ്രധാന വാദങ്ങൾ എന്നാണ് പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഓൾ മാറ്റർ ഇസ് കമ്പോസ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അദ്ദേഹം പറഞ്ഞതാണ് എല്ലാ മാറ്ററും, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിതമായിരിക്കുന്നത് ഏറ്റവും ചെറിയ കണികകളായ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കണികകളായ ആറ്റംസിനെ കൊണ്ടാണ്. ദാറ്റ് ഈസ് ഓൾ ദ മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ വാദമാണ് atoms cannot be divided during chemical reactions. Atoms can neither be created nor destroyed. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആറ്റത്തിനെ നമുക്ക് ഒരിക്കലും പുതിയതായി ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ കഴിയുന്നതല്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്.
ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. And third postulate is atoms of same elements are identical in properties, size and mass. ഒരു എലമെൻറ്റ്, നമ്മളിപ്പോൾ കാർബൺ ഒരു എലമെൻറ്റാണ്. കാർബണിൻ്റെ ഒരു ആറ്റത്തിന് എടുത്താൽ വേറൊരു സ്ഥലത്തു നിന്ന് നമ്മൾ കാർബണിൻ്റെ ഒരു ആറ്റത്തിനെടുത്തു, വേറൊരു സ്ഥലത്തു നിന്ന് വേറൊരു കാർബണിൻ്റെ ആറ്റത്തിനെടുത്തു. ഒക്കെ കാർബൺ തന്നെയാണോ? അപ്പോൾ അതിൻ്റെ എല്ലാ ആറ്റത്തിനും എല്ലാ പ്രോപ്പർട്ടീസും സൈസും മാസും ഒക്കെ സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. അവരുടെ സൈസ്, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ മാസ്. നമ്മൾ എവിടെ നിന്ന് എടുത്താലും ഒരു കാർബണിൻ്റെ ആറ്റം നമ്മൾ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ഏതൊരു കാർബണിൻ്റെ ആറ്റത്തിനും ഓൾ ദ ആറ്റംസ് ഓഫ് ദ കാർബൺ പോസസ് സെയിം പ്രോപ്പർട്ടീസ്, സെയിം മാസ് ആൻഡ് സെയിം സൈസ്. അത് നമ്മൾ വേറെ ഇന്ന സ്ഥലത്തു നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് എടുത്തത്, അതിന് സൈസിൽ വ്യത്യാസം ഉണ്ടാവും, പ്രോപ്പർട്ടീസിന് വ്യത്യാസമാണ്. ഇറ്റ് ഡസൻ ഹാപ്പൻ. ഓൾ ദ കാർബൺ ആറ്റംസ് ഓർ ഓൾ ദ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്, ഏത് സെയിം എലമെൻറ്റിൻ്റെ എടുക്കുമ്പോൾ ദാറ്റ് വിൽ ഷോ സെയിം സിമിലർ പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ് ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്. അടുത്തതായി അദ്ദേഹം പറഞ്ഞത് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദിയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് എടുക്കുകയാണ്. സപ്പോസ് വി ആർ ടേക്കിംഗ് 1 atom of carbon and we are taking 1 atom of hydrogen. Will they be similar? No, definitely not. Carbon atom is different from hydrogen atom in its properties, in its size, in its shape, everything, mass, isn't it? So different atoms will be having different properties, different mass. Different atoms of different compounds or elements. So വേറെ എലമെൻസിൻ്റെ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെല്ലാം വേറെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക, വേറെ മാസ് ആയിരിക്കും ഉണ്ടാവുക. കാർബൺ ആറ്റത്തിൻ്റെ മാസ് ആയിരിക്കില്ല ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഉണ്ടാവുക. കാർബൺ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല ഓക്സിജൻ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. സോ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദിയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. പക്ഷേ ഇതിൻ്റെ മുന്നേ പറഞ്ഞത് എന്തായിരുന്നു? സെയിം എലമെൻസിൻ്റെ ആറ്റംസ് ആണെങ്കിൽ അത് സെയിം ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടി സെയിം, അതിൻ്റെ മാസ് ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, different atoms of different elements, they will be showing different properties. So simple. Next, atom is the smallest particle that can take part in chemical reactions. ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റമാണ്. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്, അപ്പോൾ അതിൽ ആരായിരിക്കും പങ്കെടുക്കുക? ആറ്റംസ്. ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. നെക്സ്റ്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്? ഇപ്പോൾ വാട്ടർ H2O, നമ്മൾ പറഞ്ഞു വാട്ടർ H2 ആണ് വാട്ടർ. സോ വാട്ടർ ഇസ് എ കോമ്പൗണ്ട്. നമ്മൾ വാട്ടറിനെ എടുക്കുന്ന സമയത്ത് H2O, water is H2O. So this water is made up of 2 atoms of hydrogen and 1 atom of oxygen, H2O എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? 2 or more elements. വാട്ടറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റിൻ്റെ ആറ്റംസ് ഉണ്ട്. ഒന്ന് ഹൈഡ്രജൻ ആണ്, ഒന്ന് ഓക്സിജൻ ആണ്. So compounds are formed when atoms of 2 or more elements combine in a simple ratio. That word is very very important. Simple ratio. H2O എന്ന് പറയുമ്പം നമുക്കറിയാം ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അത് എവിടെ നിന്ന് നിങ്ങളൊരു വാട്ടറിൻ്റെ മോളിക്യൂൾ എടുക്കുകയാണെങ്കിലും അതേ റേഷ്യോ തന്നെയായിരിക്കും. ഇഫ് യു ആർ ടേക്കിംഗ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ ഫ്രം ഇന്ത്യ or Arabian Sea, if you are taking a water molecule from Pacific Sea or any other sea, same ratio will be there. Okay, if you are taking water molecule from Calicut or from Palakkad, there is no difference, same water, same ratio will be there. H2O means 2:1. 2:1 is the ratio. H2O, 2 atoms of hydrogen and 1 atom of oxygen. This is H2O, 2:1. അതേ റേഷ്യോയിൽ അത് എവിടെ നിന്ന് നമ്മളൊരു കോമ്പൗണ്ട് എവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ കോമ്പൗണ്ടിൽ ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ റേഷ്യോ, ആ സിമ്പിൾ റേഷ്യോ അത് നിലനിർത്തും. അത് എപ്പോഴും ഉണ്ടായിരിക്കും. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ atoms of 2 or more elements combine in simple ratio.
രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് അതൊരു സിമ്പിൾ റേഷ്യോ വഴി കമ്പൈൻ ചെയ്യുക, ചെറിയൊരു റേഷ്യോ വഴി. ഇപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഒരു കാർബണും 2 ഓക്സിജനുമാണ് അതിലുള്ളത്. അപ്പോൾ ഈ 2 റേഷ്യോ ഈസ് 1:2. സോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എവിടെ നിന്ന് എടുത്താലും ഒരു മോളിക്യൂളിൽ 1:2 എന്ന് പറഞ്ഞ റേഷ്യോ ആയിരിക്കും. Compounds are formed when atoms of 2 or more elements combine in a simple ratio. Okay, this was the last postulate of Dalton's atomic theory. അതിനുശേഷം there are 2 questions in your textbook. What are the characteristics of the atom of an element according to the atomic theory? Atomic theory അടിസ്ഥാനത്തിൽ, ഡാൽട്ടൺ അറ്റോമിക് തിയറിയുടെ അടിസ്ഥാനത്തിൽ ആറ്റം ഓഫ് എൻ എലമെൻറ്റ്, അതിന് ഒരു ആറ്റം എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി? Yes, this atomic theory states that atom of same elements will be having same properties and mass, and atoms of different elements having different properties of mass. That is, atoms of the same element are identical in properties, size and mass, whereas atoms of different elements will be showing different properties and mass, size, whatever it is. Okay, അതായത് ഒരു എലമെൻറ്റിൻ്റെ ആറ്റം എടുക്കുകയാണെങ്കിൽ അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും ഇൻ ഓൾ റെസ്പെക്ട്സ്. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ മാസ്, സൈസ് ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും. ഇഫ് യു ആർ ടേക്കിംഗ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ദേ വിൽ ബി ഡിഫറെൻറ്റ് ഇൻ their properties, their mass, their size, everything will be different. Understood? Next question, what differences can you infer between the atoms of different elements? Yes, same only. What differences can you infer between the atoms of different elements? Other different elements if you are taking, they will be different. നമ്മൾ വേറെ ആറ്റംസ് എടുക്കുകയാണ്, വേറെ എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ ആ ആറ്റംസ് എല്ലാം വ്യത്യാസമായിരിക്കും. ആ ആറ്റംസിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും, ആറ്റത്തിൻ്റെ സൈസ് വ്യത്യാസമായിരിക്കും, ആറ്റത്തിൻ്റെ മാസ് വ്യത്യാസമായിരിക്കും. സോ 2 questions were there. One is, what are the characteristics of the atom of an element according to atomic theory? ഒരു എലമെൻറ്റിൻ്റെ ആറ്റം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പെഷ്യാലിറ്റീസ്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റം എടുത്താൽ എന്തായിരിക്കും? എല്ലാം ഒന്നുപോലെ ഉണ്ടായിരിക്കും, isn't it? They will be identical in their properties, in their mass and in their size. Second question, what differences can you infer between the atoms of different elements? ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസിനെ എടുത്താൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുക? That was the second question. Very simple, the answer is different atoms of different elements will showing different properties and different size and mass. So just read and understand whatever we have discussed today. Hope you understood this. Hope you enjoy the video, and do subscribe my channel for getting further videos. Okay, thank you for watching. Bye.